നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലേറിയ 2016 മുതൽ 2022 വരെയുള്ള 6 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന ബോംബ് ആക്രമണ കേസുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ കേരളം തല കുനിക്കേണ്ട രീതിയിലാണ് OP ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ കേരളത്തെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷത്തിനിടെ 431 ബോംബ് ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസിൽ പകുതിയും പോലീസ് എഴുതി തള്ളിയിട്ടുണ്ട്. 205 എണ്ണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വാദിക്കുന്നത്. 2 കേസുകൾ എഴുതി തള്ളിയത് തെളിവുകളുടെ അഭാവത്തിലാണ്. 162 കേസുകളിൽ മാത്രമാണ് ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ഇവ വിചാരണയുടെ ഘട്ടത്തിലുമാണ്. ഫലത്തിൽ ഒരാൾക്കും ഇതുവരെ ശിക്ഷ ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബോംബ് ആക്രമണ കേസുകൾ മാത്രമല്ല, മറിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് എത്ര ഗുണ്ടകൾ പുറത്തുണ്ട് എന്ന് പോലീസ് കണക്കെടുത്തിട്ടുണ്ടായിരുന്നു. 2815 ഗുണ്ടകൾ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 2022 അവസാനം പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിൽ 2272 ഗുണ്ടകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ ലിസ്റ്റിൽ ഏകദേശം 500 പേർ അധികമായി വന്നിട്ടുണ്ട്. ഇത്രയധികം വർധന ഉണ്ടായിട്ട് പോലും നമ്മുടെ ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യം കൂടി ദേശീയ തലത്തിൽ ചർച്ചയാകുന്നുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ കേരളം നമ്പർ 1 എന്ന് പറയുന്നുണ്ട്, കേരള മോഡലിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ മലയാളിയെ സംബന്ധിച്ചും അഭിമാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള PR-കളുടെ മറവിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിന്റെ ചിത്രം പൊതുജനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ക്രമസമാധാന നില ഇത്രയധികം മോശമായി തുടരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടായി തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് ഇത്രയധികം ആക്രമണ സംഭവങ്ങൾ നടന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്ന സമയത്ത് ആഭ്യന്തര മന്ത്രിയുടെ ചുമതല വിശ്വസിച്ചേൽപ്പിച്ച ADGP വിദേശ ടൂറിലാണ് എന്നുകൂടി മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ADGP MR അജിത് കുമാറാണ് 10 ദിവസത്തേക്ക് സിംഗപ്പൂരിൽ അവധി ആഘോഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP ആയ H വെങ്കടേശനാണ് നിലവിൽ ചുമതല നൽകിയിരിക്കുന്നത്. പക്ഷേ വെറും ചുമതല മാത്രം നൽകിക്കൊണ്ടാണ് അജിത് കുമാർ സിംഗപ്പൂരിലേക്ക് പറന്നത് എന്നുകൂടി പറയുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും ചിത്രത്തിലില്ല എന്ന് തന്നെ വേണം പറയാൻ. കേഷ് ദർവേഷ് സാഹിബ് DGP ആയതിനു ശേഷം ഏകദേശം ഒതുങ്ങിക്കൂടിയ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എന്തായാലും പതിവിൽ നിന്ന് വിരുദ്ധമായി ഓരോ ദിവസവും കേരളത്തിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ വർദ്ധിക്കുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ നമ്മൾ അതൊക്കെ കാണുന്നുമുണ്ട്. ഇപ്പോൾ ഈ ബോംബ് ആക്രമണ കേസുകളുടെയും ഗുണ്ടകളുടെ എണ്ണവും മറ്റുമാണ് ചർച്ചയായിരിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ കൂടി വാർത്തയാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. നിലവിൽ എന്തായാലും ദേശീയ തലത്തിൽ ഈ ഒരു റിപ്പോർട്ട് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.